നൂറുകണക്കിന് മനുഷ്യരെ ഇല്ലാതാക്കിയ ദുരന്തം എത്തുന്നതിനു മുൻപ് ആ രാത്രി ചൂരൽമലയിലെ ഫിദയെ അൻസിൽ വിളിച്ചിരുന്നു. സൂക്ഷിക്കണമെന്ന് പറയുകയും ചെയ്തു. പിന്നീട് വിളിച്ചപ്പോൾ അവൾ ഫോൺ എടുത്തില്ല. രാവിലെയാണ് മുണ്ടക്കയെയും ചൂരൽമലയെയും ഉരുൾ തൂത്തെറിഞ്ഞുവെന്ന് അവൻ അറിഞ്ഞത്. എനിക്ക് സമയത്ത് ഈ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയായി. കാരണം മുണ്ടക്കായും ചൂരൽമല പുഞ്ചിരിമട്ടം ഇത് ഉരുള് പൊട്ടിപ്പോയി പറഞ്ഞപ്പോൾ ഇവളെ വീട്ടിലും ഇങ്ങനെ ഒരു ആപത്ത് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു. ബോഡി കഴുകാനായിട്ട് നിന്ന് എല്ലാ ബോഡിയും കഴുകാൻ നിന്നപ്പോൾ ഇവളെ ബോഡി വരുന്നില്ല. എനിക്ക് നല്ലൊരു പേടിയായി. കുറെ 1 മുതൽ 8 ദിവസം വരെ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഈ നിന്ന് നടക്കുന്നു. അത്ര ഒരു പേടിയായിട്ട് ഞാൻ നിൽക്കുന്നു. കാരണം ഇവിടെ ഏത് കോലത്തിലാണ് കിട്ടുക, അങ്ങനെയാണ് ബോഡികൾ വന്നുകൊണ്ട് നിൽക്കുന്നത്. അപ്പൊ ഇവളിങ്ങനെ ഏത് കോലത്തിലാണ് കിട്ടുകയെന്നൊന്നും നമുക്കൊരു പ്രതീക്ഷയില്ലേനു. ദുരന്തത്തിൽ ഫിദയ്ക്ക് ഉപ്പയെയും ബന്ധുക്കളെയും നഷ്ടപ്പെട്ടു. ഇപ്പോൾ വാടക വീട്ടിലാണ്. കല്യാണം നമ്മൾ ഉറപ്പിച്ചിട്ടില്ല, ഉറപ്പിക്കണം. ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് വേണം അവളെ വേഗം കൊണ്ടുവരാൻ. കാരണം എന്താ വെച്ചാൽ അച്ഛനും ഇതൊക്കെ മരിച്ചാലേ അവള് പഠിത്തം കഴിയട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. പഠിത്തം